Hi friends, നമ്മൾ ഇന്ന് വീണ്ടും Q2 റിസൾട്ടിന്റെ ബേസിലുള്ള അനാലിസിസിലേക്കാണ് പോകുന്നത്. Q2 റിസൾട്ടിന്റെ ബേസിൽ അറൗണ്ട് 100 rupeesൽ പല കാറ്റഗറിയിൽ നല്ലോണം പെർഫോം ചെയ്ത ഏതാനും സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് പറയുന്നത്. പല കാറ്റഗറി എന്ന് വെച്ചാൽ ആദ്യത്തെ കാറ്റഗറി ഡെപ്റ്റ് ഇല്ലാത്ത കാറ്റഗറിയാണ്, കടം ഇല്ലാത്ത നല്ല 3 കമ്പനികൾ, ബെസ്റ്റ് റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊടുത്ത മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കമ്പനികൾ, അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ബെസ്റ്റായിട്ട് എൻഹാൻസ് ചെയ്ത വേറെ 3 കമ്പനികൾ, ഇങ്ങനെ 3-4 കാറ്റഗറിയിലായിട്ട് ഞാൻ ഓരോ കാറ്റഗറിയിലും 3 സ്റ്റോക്ക് വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങളുടെ പഠനത്തിന് സഹായിക്കട്ടെ എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്നും ആബ്സല്യൂട്ട്ലി റെക്കമെൻഡേഷൻ വീഡിയോ അല്ല. നമ്മൾ വീഡിയോയ്ക്കകത്ത് ബയ്യോ സെല്ലോ എൻട്രി പ്രൈസോ ടാർഗറ്റ് ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉപകരിക്കട്ടെ എന്നുള്ള കൺസെപ്റ്റിലാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്ന ലോ ഡെപ്റ്റാണ്, ഡെപ്റ്റ് ഇല്ലാത്ത കമ്പനികൾ. ഡെപ്റ്റ് ഇല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? കമ്പനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നില്ല. ഇൻട്രസ്റ്റ് അടയ്ക്കാതെ വരുമ്പോൾ തീർച്ചയായും കമ്പനിയുടെ അത് നെറ്റ് പ്രോഫിറ്റിനെ എൻഹാൻസ് ചെയ്യും, അത് ഏണിങ്സ് പെർ ഷെയറിനെ എൻഹാൻസ് ചെയ്യും. രണ്ടാമത് പറയുന്നത് ബെസ്റ്റ് EPS കൊടുത്ത കമ്പനികളാണ്, ബെസ്റ്റ് ഏണിങ്സ് പെർ ഷെയർ കൊടുത്ത കമ്പനികളാണ്. സോ EPS ആണ് സ്റ്റോക്കിൻ്റെ ഗ്രോത്തിനെ നിർണ്ണയിക്കുന്ന വലിയൊരു പല ഘടകങ്ങളിൽ ഒന്നാമത്തെ കാര്യം. മൂന്നാമത് നമ്മൾ ബെസ്റ്റ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇക്വിറ്റിയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ബെസ്റ്റ് റിട്ടേൺ കൊടുത്ത കമ്പനികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. നമ്മൾ ഇൻവെസ്റ്റർ നമ്മളെപ്പോഴും ROE നമ്മളെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഫാക്ടറാണ്. സോ ബെസ്റ്റ് ROE കൊടുത്ത കമ്പനികളാണ്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ്, ഏറ്റവും ബെസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് കൊടുത്ത കമ്പനി. നെറ്റ് പ്രോഫിറ്റ് വരുമ്പോഴാണ് നമുക്ക് EPS കൂടത്തുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളെയും ഫ്യൂച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കൂടുതലായിട്ട് കൊടുത്ത കമ്പനികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ അങ്ങനെ 3-4 കാറ്റഗറിയിലായിട്ട് ഞാൻ അറൗണ്ട് 100 rupees പ്രൈസുള്ള കമ്പനികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ പഠിക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ് ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ദിസ് വീഡിയോ ഡസ് നോട്ട് ഇനിഷ്യേറ്റ് എനി ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻസ്. ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ആണ് ഷെയർ ചെയ്യുന്നത്. ഈ സ്റ്റോക്കുകൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഫിഗേഴ്സ് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. കാര്യം എനിക്കും ക്ലറിക്കൽ എറർ വരാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. ഞാൻ എത്രയും ബെസ്റ്റായിട്ട് നോക്കി ചെയ്താൽ പോലും ഹ്യൂമൻലി എറർ എപ്പോഴും സംഭവിക്കാം. നമ്മൾ ആദ്യം പറയുന്ന 3 ബെസ്റ്റ് സ്റ്റോക്സ് ആണ് അറൗണ്ട് 100 rupees ബേസ്ഡ് ഓൺ ലോ ഡെപ്റ്റ്. കടം എന്ന് പറയുന്ന സംഗതി ഏറ്റവും കുറവുള്ള 3 സ്റ്റോക്കുകൾ. IDFC എന്ന് പറയുന്ന സ്റ്റോക്കാണ് ആദ്യത്തെ സ്റ്റോക്ക്. മാർക്കറ്റ് ക്യാപ്പ് സംതിങ് അറൗണ്ട് 18,608 ആണ്. സ്റ്റോക്ക് പീസ് 29 ആണ്. ആൻഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന സംഗതി 0 ആണ്. കടമില്ലാത്ത കമ്പനിയാണ്. സ്റ്റോക്ക് പ്രൈസ് അറൗണ്ട് 116 ആണ് 22 നവംബറിൽ. സോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 0 ആണ്. ഡെപ്റ്റ് 0 ആണ് ഈ കമ്പനിക്ക്. അടുത്ത കമ്പനി NBCC എന്ന് പറയുന്ന കമ്പനിയാണ്. NBCC നോക്കാം, അറൗണ്ട് 12,000 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്. സ്റ്റോക്ക് ഈസ് 31.9, പ്രൊമോട്ട് ഹോൾഡിംഗ് 61.8. ഈ കമ്പനിക്കും കടമില്ല. പ്രൈസ് 66 രൂപ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0. കാര്യം ഡെപ്റ്റ് ഈസ് 0.08. ഹാർഡ്ലി എന്താ പറയണ്ടേ, 0.08 CR ഉള്ളൂ ഡെപ്റ്റ് എന്ന് പറയുന്ന സാധനം. ഡെപ്റ്റ് 0 എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ സാധിക്കും. അടുത്തത് ഇൻഫീബീം അവന്യൂസ് എന്ന് പറയുന്ന കമ്പനിയാണ്. സോ ഇൻഫീബീം അവന്യൂ 5097 കോടിയുള്ള മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. സ്റ്റോക്ക് പ്രൈസ് 20.09 സ്റ്റോക്കിൻ്റെ പ്രൈസ്. സ്റ്റോക്ക് പീസ് 41.6. സോ ഡെപ്റ്റ് 0 ആണ് കേട്ടോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0, ഡെപ്റ്റ് 0 ആണ് ശരിക്കും. സോ 3 കമ്പനികളാണ്. കടം ഇല്ലാത്ത 3 കമ്പനി, കുഴപ്പമില്ലാത്ത 3 കമ്പനികൾ. അടുത്ത നമ്മൾ 3 ബെസ്റ്റ് സ്റ്റോക്സ് അറൗണ്ട് 100 ബേസ്ഡ് ഓൺ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, ഹയസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ബേസ്ഡ് ഓൺ Q2 റിസൾട്ടിൽ. അങ്ങനെ 3 നല്ല കമ്പനികളെ കുറിച്ച് പറയുവാണ്. ആദ്യത്തെ കമ്പനി JM ഫിനാൻഷ്യലാണ്. ഫസ്റ്റ് കമ്പനി JM ഫിനാൻഷ്യലാണ് ആദ്യത്തെ കമ്പനി. സോ ക്വാർട്ടർ റിസൾട്ട് നോക്കാം നമുക്ക്. പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് നോക്ക്, 206 കോടിയാണ് Q2 റിസൾട്ടിൽ. 206 crores. നിങ്ങൾ നോക്കുക, 26 കോടി എന്ന് പറയുന്നത് മാർച്ച് 2022 ശേഷം ഈ കമ്പനി 2 പ്രാവശ്യം 200 കോടി ക്രോസ് ചെയ്തു. സെപ്റ്റംബർ 22 ഡിസംബർ 22. അതിനുശേഷം വരുന്ന ആദ്യത്തെ 200 കോടിക്ക് മുകളിലുള്ള ക്രോസിംഗ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 206 കോടി. അടുത്ത കമ്പനി SJVN എന്ന് പറഞ്ഞ കമ്പനിയാണ്. SJVNൻ്റെ ഇത് നോക്കൂ നിങ്ങൾ. സെപ്റ്റംബർ 2023 440 കോടിയാണ് നെറ്റ് പ്രോഫിറ്റ്. 440 കോടി എന്ന് പറയുന്നത് ശരിക്കും ജൂൺ 2022 ശേഷം വരുന്ന ആദ്യത്തെ ഹൈ ഫിഗറാണ്. സോ സെപ്റ്റംബർ 2022 445 ചെയ്തു. സെയിം ഫിഗറാണ് ചെയ്തിരിക്കുന്നത്, 440 crores. സോ ഇറ്റ്സ് വെരി ഗുഡ് തിങ് അല്ലേ ശരിക്കും. അടുത്ത കമ്പനി ഈസ് മൈ ട്രിപ്പ് എന്ന കമ്പനിയാണ്. നെക്സ്റ്റ് കമ്പനി ഈസ് മൈ ട്രിപ്പ് എന്നാണ്. നമുക്ക് 51 കോടിയാണ് നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അറൗണ്ട് 100 rupees ആണ് ഈ സ്റ്റോക്കിൻ്റെയൊക്കെ വില. അറൗണ്ട് 100 rupees.
സോ 51 കോടി എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ കഴിഞ്ഞ 13 ക്വാർട്ടറിലെ ചരിത്രത്തിലെ ഏറ്റവും ഹയസ്റ്റ് നെറ്റ് പ്രോഫിറ്റാണ്, 51 crores. അടുത്തത് നമ്മൾ പറയുന്നത് 3 ബെസ്റ്റ് സ്റ്റോക്സ് അറൗണ്ട് 100 rupees ബേസ്ഡ് ഓൺ ഹൈ EPS, ഏർണിങ്സ് പെർ ഷെയർ. അതാണ് EPS എന്ന് പറയുന്ന സംഗതി. അറൗണ്ട് ₹100 3 ബെസ്റ്റ് സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. ഫസ്റ്റ് ഈസ് SIT എന്ന് പറയും, സാറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. സോ EPS എന്ന് പറയുന്നത് നോക്കും നിങ്ങൾ, ₹5.73 ജൂൺ ക്വാർട്ടറിൽ, അത് ₹15.50 മാറി. ബാക്കിയുള്ള ക്വാർട്ടറിലൊക്കെ 0.46, 0.44, 0.61, 0.94, ₹1, 0.83, 0.85 ഇങ്ങനെയൊക്കെ വന്നിട്ട് കഴിഞ്ഞ 2 ക്വാർട്ടറിൽ 5.73യും 15.5യും ഹ്യൂജായിട്ട് ഷോർട്ടപ്പ് ചെയ്തു. ഓക്കെ, ചെയ്യാനുള്ള മെയിൻ കാരണം അതർ ഇൻകമാണ്. കഴിഞ്ഞ 2 ക്വാർട്ടറിലും അതർ ഇൻകം ഹ്യൂജായിട്ടുണ്ടായിരുന്നു. വാട്ട് എവർ ബി ഇറ്റ് ഈസ്, EPSനെ അത് കൂടുതലായിട്ട് വളർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് സസ്റ്റെയിൻ ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് സസ്റ്റൈനബിലിറ്റി. അടുത്ത കമ്പനി മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് എന്നൊരു കമ്പനിയാണ്. അത് സബ്സിഡറി ഓഫ് ONGC ആണ് ഈ കമ്പനി, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ്. നോക്ക്, EPS എന്ന് പറയുന്നത് ₹5.71. കഴിഞ്ഞ ക്വാർട്ടറിൽ ₹4.16. കഴിഞ്ഞ മാർച്ചിൽ ₹5.73 ഹിറ്റ് ചെയ്തു, ക്ലോക്ക് ചെയ്തു. കഴിഞ്ഞ ഡിസംബറിൽ ₹6.40 ക്ലോക്ക് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 4 ക്വാർട്ടറായിട്ട് കമ്പനി ഈ സസ്റ്റൈനിങ് എബോവ് ₹4 ശരിക്കും. അതിന് മുമ്പുള്ള ക്വാർട്ടറൊക്കെ വളരെ വീക്കായിരുന്നു അല്ലേ. നോക്കൂ നിങ്ങൾ, ₹3, $0.7, ₹1.24, ₹2, $0.29 ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ 4 ക്വാർട്ടറായിട്ട് കമ്പനി സസ്റ്റെയിൻ ചെയ്യാൻ സ്ഥാപിക്കുന്നത്. ₹6, ₹5, ₹4, ₹5 എന്നുള്ള കേസിൽ. അടുത്ത കമ്പനി SMC ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയാണ്. SMC ഗ്ലോബലിൻ്റെ EPS നോക്കാം, ₹3.78 ഹയസ്റ്റ് ആണല്ലേ. ഇവിടെ ₹4.55 വന്നിരിക്കുന്നത് സെപ്റ്റംബർ 21 അതിനുശേഷം ₹4.5 ശേഷം വരുന്ന അടുത്ത ബെസ്റ്റ് ഫെയർ ആണ് ഈ 2001 കൊല്ലത്തിന് ശേഷം സെപ്റ്റംബർ 2023 ₹3.78. അടുത്തത് ഹൈ റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ ബേസിലുള്ള 3 സ്റ്റോക്കുകൾ അറൗണ്ട് ₹100. ROE മീൻസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. ഫസ്റ്റ് കമ്പനി ഓൾ കാർഗോ ടെർമിനൽസ് ആണ് കമ്പനി. സോ ROE 55% ROE വന്നിരിക്കുന്നത്. 55% ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി വന്നിരിക്കുന്നത്. സ്മോൾ ക്യാപ്പാണ്, 1271 കോടിയുള്ളൂ മാർക്കറ്റ് ക്യാപ്പ്. ആ പ്രൊമോട്ട് ഹോൾഡിംഗ് സംതിങ് അറൗണ്ട് 70% ആണ്. അടുത്ത കമ്പനിയുടെ പേര് വീണ്ടും ഈസ്മൈ ട്രിപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈസ്മൈ ട്രിപ്പിനെ കുറിച്ച്. ആൻഡ് എക്സലൻറ്റ് ROE, കമ്പനിയുടെ പ്രൈസ് വില 39 ഉള്ളൂ. റിട്ടേൺ ഓൺ ഇക്വിറ്റി വന്നിട്ട് 46.9% റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഹ്യൂജ് ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി വന്നിരിക്കുന്നത്. വിത്ത് എക്സലൻറ്റ് പ്രൊമോട്ട് ഹോൾഡിംഗ് 65%. മൂന്നാമത്തെ കമ്പനി ആദിത്യ ബിർള ക്യാപിറ്റലാണ്. AB ക്യാപ്പ് എന്ന് പറയും കമ്പനിയുടെ പേര്. ആദിത്യ ബിർള മണി എന്നാണ്. ചെറിയ കമ്പനി, മാർക്കറ്റ് ക്യാപ്പ് 641 കോടിയേ ഉള്ളൂ. സോ പ്രൊമോട്ട് ഹോൾഡിംഗ് 73.5% ഉണ്ട്. ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി 37%. സ്റ്റോക്കിൻ്റെ പ്രൈസ് ₹114 ആകെ. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഹ്യൂജ് ആണ്, 37% റിട്ടേൺ ഇക്വിറ്റി വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ദിസ് വീഡിയോ ഈസ് അബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. പഠിക്കാനായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനത്തെ ധാരാളം വീഡിയോസ് ഇനിയും നമുക്ക് ഷെയർ ചെയ്യാം, റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ബേസിക്കലി. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ പഠനത്തിന് സഹായിക്കട്ടെ. അപ്പോൾ ഓരോ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ ആ നോളജ് എൻഹാൻസ്മെൻറ്റ് ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടെന്നുള്ള സങ്കല്പത്തിലാണ് ഷെയർ ചെയ്യുന്നത്. സൈനിങ് ഓഫ്, മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം.